ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിയവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലരും ചോദിക്കാറുണ്ട്, ഈ കാലഘട്ടത്തിൽ ആണോ ലോക അവസാനത്തിൻ്റെ ആരംഭം എന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ തിരുവെഴുത്തിൽ നോക്കുമ്പോൾ ദാനിയേൽ കണ്ട ദർശനം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കാം. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവന് ഉറക്കമില്ലാതെയായി. രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നം മറന്നുപോയി. എത്ര ഓർത്തിട്ടും അത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് മന്ത്രവാദികളെയും ആഭിചാരക്കാരെയും ശൗനക്കാരെയും വിളിച്ചു വരുത്തി ഇത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. എന്നാൽ അവർ കഴിഞ്ഞില്ല. എന്നാൽ ദാനിയേലും തൻ്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ അധ്യായം നല്ലതുപോലെ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി 31-ാം വാക്യം മുതൽ വായിക്കാം. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു ഈ ബിംബത്തിന്റെ രൂപം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാം. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ ആ കാലിനെ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും ഒരുപോലെ തകർന്നു. വേനൽക്കാലത്തിലെ കളത്തിലെ പതിർ പോലെയായി തീർന്നു. ഇതാണ് ദർശനം. അതിൻ്റെ അർത്ഥവും. ദൈവത്തിൻ്റെ സ്തോത്രം. അർത്ഥം വിവരിക്കാൻ പോവുകയാണ്. വായിക്കാം. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, കൈതൊടാതൊരു കല്ല് ഒരു പർവ്വതത്തിൽ നിന്നാണ് വരുന്നത്. വന്ന് ഈ ബിംബത്തിൻ്റെ കാൽപാദത്തിൽ വന്ന് വീഴുകയും അത് തകർന്ന് തരിപ്പണമാകുകയും ചെയ്തു. അത് പൊടിയായി തീർന്നു. വേനൽക്കാലത്തിലെ കതിർ പോലെ അത് പറന്നുപോയി. വേനൽക്കാലത്തിലെ കതിരെന്ന് പറഞ്ഞാൽ അറിയാലോ, ഉണങ്ങി നന്നായിട്ട് ചെറിയ കാറ്റടിച്ചാൽ പോലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാറിപ്പോകാൻ സാധ്യതയുള്ള അത്രയും ഒരു സാഹചര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ ബിംബം എന്ന് പറയുന്നത് തുറന്നു വായിക്കാം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിനോട് അറിയിക്കാം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃപ്തിയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. പൊന്നുകൊണ്ടുള്ള തലയുടെ അർത്ഥം, ആ തല കാണിച്ചതിന്റെ അർത്ഥം തിരുമനസ്സിനെ തന്നെയാണ്. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമത്തെ രാജ്യത്വവും ഉത്ഭവിക്കും.
നമ്മൾ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഭരിച്ച രാജ്യങ്ങളുണ്ട്. നമ്മളത് ചരിത്രം മനസ്സിലാക്കി നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞാൽ മതി. വായിക്കാം. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും. വികസിത രാജ്യങ്ങൾ അതിൻ്റെതായ ശക്തി പ്രകടമാക്കുന്നു. വായിക്കാം. തകർക്കുന്ന ഇരുമ്പ് പോലെ ആ അത് അവയൊക്കെ ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ? കാൽവിരലും പകുതി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയതായി കണ്ടതിന്റെ അർത്ഥമോ? അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന് കണ്ടതുപോലെ അതിൽ ഇരുമ്പിന്റെ ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും കാൽവിരൽ പകുതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ പകുതി കളിമണ്ണ് കൊണ്ടുണ്ടായിരുന്നതുപോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഒട്ടും ഉടഞ്ഞു പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാൽവിരലുകൾ പകുതി കളിമണ്ണും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയതിൻ്റെ അർത്ഥം ഇവ തമ്മിൽ യോജിക്കാത്തൊരു ഭരണ രീതിയായിരിക്കും ഭാവിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. വീണ്ടും വായിക്കാം. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ? ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ? അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവ തമ്മിൽ ചേരുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ജനിച്ച സഹോദരങ്ങളായിരുന്നാൽ പോലും അവർ വ്യത്യസ്ത പാർട്ടിക്കാരാണെങ്കിൽ തമ്മിൽ യോജിക്കാത്ത ഒരു ഭരണരീതി ഒരു ഘട്ടത്തിൽ വരും. ആ ഘട്ടത്തിലാണ് പർവ്വതത്തു നിന്നും കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ഈ ബിംബത്തിൻ്റെ കാൽപാദത്തിൽ വീഴുകയും ഇത് മൊത്തം ധൂളിയായി അതായത് പൊടിയായി പറന്ന് പൂർണ്ണമായും പറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു രാജ്യത്വം ഉണ്ടായിരുന്നതായിട്ട്, ഇങ്ങനൊരു രാജഭരണത്തിൻ്റെ രീതികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നതായിട്ട് ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ ഇത് പൂർണ്ണമായും അഴിഞ്ഞു മാറും. ശേഷം ഒരു ദൈവത്തിൻ്റെതായ ഒരു രാജ്യഭരണം ഉണ്ടാകും എന്നാണ് ഈ ദർശനത്തിൽ സൂചിപ്പിക്കുന്നത്. ദർശനത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പർവ്വതത്തിൽ നിന്നും കൈതൊടാതൊരു കല്ല് ഈ ബിംബത്തിൽ വീഴുകയാണ്. കാൽവിരലുകൾ പകുതി കളിമണ്ണും പകുതി ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ ഭാഗത്ത്. അപ്പോൾ ആ ഭാഗമാണ് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഭിന്ന രാജ്യത്വമായിരിക്കും. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പോലും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭരണങ്ങളായിരിക്കും. അത് ഒട്ടും നിലനിൽക്കുന്നതുമായിരിക്കില്ല. ഏതാണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഭരണരീതി ലോകത്തെമ്പാടും വന്നിരിക്കുന്നത്. ശക്തിയുള്ള രാജ്യങ്ങൾ ശക്തിയില്ലാത്ത രാജ്യങ്ങളോട് ക്രൂദ്ധിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയുകയും ചെയ്യാം. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വരികയാണ്. അത് ആര് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു വന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഇവിടെ ആരംഭിക്കുമെന്ന് തന്നെയാണ്. അപ്പോൾ പർവ്വതത്തിൽ നിന്ന്, പർവ്വതം നമ്മളൊരു സ്വർഗമായി ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും ഒരു കല്ല് പറഞ്ഞു വന്ന് വീണ് ഇവിടെ എന്തായി തീരുകയാണ്? ഈ കല്ല് പർവ്വതമായി തീരുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഈ സമയത്തൊന്ന് വിവേചിച്ച് ചിന്തിച്ച് നോക്കിയാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചിട്ട് സ്വർഗത്തെ പോലെ ഈ ഭൂമിയെയും ആക്കി തീർക്കും എന്നുള്ള ഒരു സൂചന തന്നെയാണ്. യേശു പറഞ്ഞൊരു ഉപമയെ കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് തന്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങൾ, അതെല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന് സസ്യങ്ങൾ ഏറ്റവും വലുതായി തീരുകയും ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഒരു ചെറിയ വിത്തുകളിൽ ഏറ്റവും ചെറിയൊരു വിത്താണ് വലിയൊരു വൃക്ഷമായി തീർന്ന്
ആകാശത്തിലെ പറവകൾക്ക് പാർക്കാൻ തക്ക രീതിയിലുള്ള മരമായി തീർന്നത്. എന്ന പോലെ കൈതൊടാതെ ഒരു ചെറിയ കല്ലാണ് വന്ന് ഈ ബിംബത്തിൽ വീഴുന്നത്, അത് മഹാപർവ്വതമായി തീർന്നു. ഇത്രയും പറയാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.